ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഇതിനകത്ത് വളരെ രസകരമായി ചിന്തിക്കാൻ പറ്റുന്ന ഒരു വചനഭാഗം യാക്കോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 7-ാമത്തെ വാക്യം. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കും എന്ന് നിരൂപിക്കരുത്. എന്തെങ്കിലും, സത്യവേദ പുസ്തകത്തിൽ എഴുതിയേക്കുന്നത് വല്ലതും ലഭിക്കും എന്ന് ചിന്തിക്കരുത്. NIV ബൈബിളിൽ എഴുതിയേക്കുന്നത് എന്തെങ്കിലും ലഭിക്കും എന്ന് ചിന്തിക്കരുത്. ഞാൻ വളരെ രസകരമായിട്ട് ചിന്തിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലൊരു ഭിക്ഷക്കാരൊക്കെ വരികയാണെങ്കിൽ, ധർമ്മക്കാരൊക്കെ വരികയാണെങ്കിൽ അവർ ചോദിക്കുന്നതിനാ, അമ്മ വല്ലതും തരണേ, വല്ലതും തരണേ. ഇത് നോക്കിയാൽ ഇവിടെ എഴുതിയേക്കുന്നത്, സത്യവേദ പുസ്തകത്തിൽ അത് കറക്റ്റായിട്ട് എഴുതിയേക്കുന്നത് മത്യൂസ് വർഗീസിൻ്റെ ബൈബിളിൽ എന്തെങ്കിലും എന്നാണ്. സത്യവേദ പുസ്തകത്തിൽ എഴുതിയേക്കുന്നത് വല്ലതും ലഭിക്കും എന്ന് ചിന്തിക്കരുത്, നിരൂപിക്കരുത് എന്നെഴുതിയേക്കുന്നത്. ഈ വല്ലതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ഭിക്ഷയുടെ തരത്തിലുള്ള അവസ്ഥയാണ്. ഈ കാറ്റിൽ ഇളകി മറിയുന്ന കടൽ തിരയ്ക്ക് തുല്യമായി ഇരുമനസ്സുള്ള മനുഷ്യൻ കർത്താവിൽ നിന്നൊരു ഭിക്ഷ പോലും പ്രതീക്ഷിക്കരുത്, ലഭിക്കുകയില്ല. വല്ലതും ലഭിക്കുമെന്ന് ചിന്തിക്കരുത് എന്നാണ് സത്യവേദ പുസ്തകം ഇത് എഴുതിയേക്കുന്നത്. നമുക്ക് റോമാലേഖനത്തിൽ നിന്ന് ഒരു വാക്യം ഒന്ന് വായിക്കാം. 8-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ. നാം ദൈവത്തിൻ്റെ മക്കളാകുന്നുവെന്ന് ആത്മാവ് തന്നെ നമ്മുടെ ആത്മാവിനോട് കൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളാണെങ്കിൽ അവകാശികളും ആകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടത അനുഭവിക്കേണ്ടതാകുന്നു. ഇങ്ങനെ എഴുതിയേക്കുന്നു, നാം ദൈവത്തിൻ്റെ മക്കളാണ് ആത്മാവ് തന്നെ നമ്മുടെ ആത്മാവോട് ചേർന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. നാം മക്കളെങ്കിൽ അവകാശികളുമാണ്, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളും തന്നെ. നാം ക്രിസ്തുവിനോടുകൂടെ അവിടുത്തെ കഷ്ടതയിൽ പങ്കാളിയാകുന്നുവെങ്കിൽ അവിടുത്തെ മഹത്വത്തിൻ്റെ പങ്കാളിയായി തീരുമെന്നൊക്കെ വിശദീകരിച്ച് എഴുതിയിട്ടുണ്ടെങ്കിലും അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നമ്മൾ അവകാശികളാണ്, കൂട്ടവകാശികളാണ്, പങ്കാളികളാണ്. എൻ്റെ ചോദ്യം, അവകാശികളും കൂട്ടവകാശികളും പങ്കാളികളുമായ ഒരു ജനം എങ്ങനെ പരമദരിദ്രരായി മാറി? ഞാൻ ഈ കേരളത്തിലെ പെന്തക്കോസ് വിഭാഗത്തോട്, വിശ്വാസ വിഭാഗത്തോട്, ന്യൂജനാണേലും ഒക്കെ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഈ പഴയ നിയമം വെച്ച് മാത്രം കളിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന, പ്രത്യേകിച്ച് ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ ഉൾപ്പെടെ 5 പുസ്തകങ്ങൾ അടിസ്ഥാനപരമായി എടുത്ത് അതുകൊണ്ട് നടക്കുന്ന യഹൂദൻ, കേരളത്തിൻ്റെ പകുതി വലുപ്പമുള്ള രാജ്യം, ഇന്ന് ലോകത്തെ അവർ നിയന്ത്രിക്കുക. ലോകത്തെ പ്രധാന കണ്ടുപിടുത്തങ്ങളെല്ലാം അവരുടേതാണ്. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി ആരാണ് എന്ന് തപ്പിത്തേടി പുറകെ പോയി കഴിഞ്ഞാൽ അതെല്ലാം അവരാണ്. ഏറ്റവും വലിയ ആയുധ നിർമ്മാണ ഫാക്ടറികളും ആയുധങ്ങളും സംവിധാനങ്ങളും ടെക്നോളജിയും എല്ലാം ആരുടെയാണ് എന്ന് ചോദിച്ചാൽ അത് അവരുടേതാണ്. ഈ കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യ ഗവൺമെൻറ് ജയിച്ചതിൻ്റെ അടിസ്ഥാന കാര്യമെന്ന് പറയുന്നത് ഇസ്രയേലുമായിട്ടുള്ള ബന്ധമാണ്. അന്ന് വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് കാർഗിൽ എന്ന് പറയുന്ന ഹിമാലയത്തിലെ അല്ലെങ്കിൽ ഉന്നതമായ സ്ഥലത്ത് സാധാരണ യുദ്ധവിമാനങ്ങൾക്കോ സാധാരണ ആയുധങ്ങൾക്കോ കൃത്യത നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിൻ്റെ ടെക്നോളജി, അന്ന് പ്രതിരോധ മന്ത്രിയായിരിക്കുന്ന ജോർജ് ഫെർണാണ്ടസ് ഇസ്രയേലിൽ ചെല്ലുകയും അവരോട് സംസാരിക്കുകയും അവരതിനാവശ്യമായ സാഹചര്യങ്ങൾ, ആയുധങ്ങൾ അവിടുന്ന് നൽകി. അതുകൊണ്ടാണ് ആ യുദ്ധത്തിൽ നമ്മൾ ജയിച്ചത്. ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത്, ഇപ്പോഴും സൈനികമായും ആയുധബലത്തിലും ഒക്കെ വലിയ സഹായങ്ങൾ ഇസ്രയേൽ ഇന്ത്യക്ക് നൽകുന്നുണ്ട്. ഈ ദിവസങ്ങളിലെ പത്രവാർത്തകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകും. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത്, ഈ പഴയ നിയമത്തിലെ ഈ 5 പുസ്തകങ്ങൾ പ്രധാനമായി കൈപ്പിടിക്കുന്ന ആ ജനത്തിന് ഇത് ഇത്രത്തോളം മനസ്സിലായെങ്കിൽ ഇത് മുഴുവൻ കൊണ്ടു നടക്കുന്ന ജനം എങ്ങനെ പരമദരിദ്രരായി മാറി? എങ്ങനെ അവരുടെ ജീവിതം ഇങ്ങനെ തന്നെ ആയി? വല്ലതും ലഭിക്കും എന്ന് നിരൂപിക്കരുത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യം എന്തായി? എന്തൊരു വിരോധാഭാസം ഇത്! വല്ലതും ലഭിക്കുമോ എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളായെങ്കിൽ, ഈ മക്കളായവർക്ക് അവകാശം പിച്ചയല്ല, വല്ലതും അല്ല കിട്ടേണ്ടത്, എന്തെങ്കിലും അല്ല കിട്ടേണ്ടത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഈ ലോകത്തിലുള്ള എല്ലാ വാക്കുകൾക്കും
വചനം പറയുന്ന എല്ലാ ഭാഷയ്ക്കും അർത്ഥമുണ്ടെന്നാണ്. ലോകത്തിലുള്ള എല്ലാ ഭാഷയ്ക്കും എവിടെയെങ്കിലുമൊക്കെ ചെന്നാൽ അതിന് അർത്ഥമുണ്ട്. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഒരിക്കൽ ഒരു സിനിമാ നടൻ, അയാൾക്ക് ഇച്ചിരി സിനിമകളൊക്കെ കുറവാണെന്നും പറഞ്ഞ് അയാൾ ഒരു പണ്ഡിതൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഒരു മന്ത്രം എഴുതി തരാമെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു മന്ത്രം എഴുതി കൊടുത്തിട്ട് പറഞ്ഞു, ഇത് 1,00,000 തവണ ചെല്ലുമ്പം, അത് സംസ്കൃതത്തിൽ എഴുതി കൊടുത്തത്, 1,00,000 തവണ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സിനിമയും തിരക്കുമൊക്കെ ഉണ്ടാകുന്നു. പക്ഷേ ഇതിങ്ങനെ സമയത്തല്ല ഇങ്ങനെ ചെല്ലുന്നത് കേട്ടോണ്ട് സംസ്കൃതം അറിയാവുന്ന വേറൊരാൾ ചോദിച്ചു, എന്നതാ ചെല്ലുന്നത് ചോദിച്ചാൽ പറഞ്ഞു, സിനിമ കുറവായതുകൊണ്ട് ഞാൻ സിനിമ ഉണ്ടാകാൻ വേണ്ടി, ഒത്തിരി അഭിനയവും ഒത്തിരി പണമൊക്കെ ഉണ്ടാകാൻ വേണ്ടി ഞാനൊരു മന്ത്രം ചെല്ലുക എന്ന് പറഞ്ഞു. എന്ന് ചോദിച്ചു, മന്ത്രം ഒന്ന് പറഞ്ഞാൽ കേൾക്കട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ മന്ത്രം കേട്ട് കഴിഞ്ഞപ്പോൾ മറ്റേ പുള്ളി പൊട്ടിച്ചിരിച്ചു. അതിൻ്റെ അർത്ഥം മലയാളത്തിൽ ഇങ്ങനെയായിരുന്നു, എല്ലാം അറിയുന്ന സർവ്വശക്തനായ തമ്പുരാനെ എനിക്ക് വിശ്രമം തരണേ, എനിക്ക് വിശ്രമം തരണേ എന്ന് സംസ്കൃതത്തിൽ എഴുതി കൊടുത്തു. സംസ്കൃതം അറിയത്തില്ലാത്ത ഈ പുള്ളിക്കാരൻ ഇത് മലയാളത്തിൽ ചൊല്ലിക്കൊണ്ടിരുന്നതാ, എല്ലാം അറിയാവുന്ന സർവ്വശക്തനായ തമ്പുരാനെ എനിക്ക് വിശ്രമം തരണേ, എനിക്ക് വിശ്രമം തരണേ. ഇതുപോലെ തന്നെയാണ് നമ്മളിവിടെ ചിന്തിക്കുമ്പം ഇവിടുത്തെ ഈ അന്യഭാഷ എന്നൊക്കെ പറയുന്നത്, പരിശുദ്ധാത്മാവ് കൊടുക്കാത്ത അന്യഭാഷ എന്നൊക്കെ പറഞ്ഞാൽ ഓരോ നാട്ടിലെ ഓരോരോ ഭാഷകളായിരിക്കാം, ഏതെങ്കിലുമൊക്കെ നാട്ടിലെ, ഇനി ഒന്നും അല്ലെങ്കിലും ഏതെങ്കിലും ആദിവാസി ഗോത്രങ്ങളിലേലും ഭാഷയായിരിക്കും. ഇതെല്ലാം വിളിച്ച് ചാടിത്തുള്ളി നടക്കുന്ന ഇരുമനസ്സുള്ള മനുഷ്യൻ ഒരിടത്ത്, ഇതെല്ലാം വിളിച്ച് ചാടിത്തുള്ളി നടക്കുന്ന ഇരുമനസ്സുള്ള മനുഷ്യൻ ഒരിടത്ത്. പിന്നെ ഈ മൂലഗ്രന്ഥങ്ങളിൽ നിന്ന് തർജ്ജമയിൽ മിസ്റ്റേക്ക് വന്ന പുസ്തകവുമായിട്ട് വിശ്വാസം എന്ന് പറഞ്ഞതുമായിട്ട് വേറൊരു സ്ഥലത്ത്, ആധികാരിക പഠനമില്ലാത്ത ആളുകളുടെ വ്യാഖ്യാനം വേറൊരു വശത്ത്. ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്, ഇപ്പം വലിയ സഭകളിലൊക്കെ സകല മേഖലയിലും വീണ് കിടക്കുന്ന ആൾക്കാർ മാനസാന്തരപ്പെട്ടിട്ട് അവരുടെ സാക്ഷ്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ട് സഭകളിലൊക്കെ സാക്ഷ്യങ്ങളും സഭകളുടെ മുന്നോട്ടുള്ള പോക്കുകളുമൊക്കെ. അപ്പം പറയുന്നത്, ഈ മഗ്ദലനക്കാരി മറിയം നേരത്തെ പെശകായിരുന്നു, പക്ഷേ പിന്നീട് അവർക്ക് സഭാ ശുശ്രൂഷയൊന്നും ഉണ്ടായിരുന്നു നമ്മൾ ഒരിടത്തും വായിക്കുന്നില്ല. ഇപ്പം വന്ന് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് സഭകൾ അധപ്പതിച്ചു എന്നത് വരുമ്പോൾ എങ്ങനെ മനുഷ്യൻ അനുഗ്രഹം പ്രാപിക്കും? അപ്പോൾ ഇതാണ് സ്വാഭാവികമായിട്ട് ഇങ്ങനെയാണ് വചനം പറയുന്നത്, വല്ലതും ലഭിക്കും എന്നുള്ള അവസ്ഥയിൽ കാര്യങ്ങളെത്തി. നമ്മൾ ഈ കേരളത്തിലെ ഗ്രാമങ്ങളിലുള്ള വിശ്വാസികൾ എന്ന് പറയുന്ന സഭയിലൊക്കെ നോക്കി വല്ലതും ലഭിക്കും. യാക്കോബിൻ്റെ പുസ്തകം 1:7 പറയുകയാണ്, വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്, എന്തെങ്കിലും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇരുമനസ്സാണ്. ഈ ഇരുമനസ്സുള്ളവൻ കാറ്റത്ത് അടിക്കുന്ന കടൽ തിരയ്ക്ക് സമനാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും, പോകും വരും. ഇത് നിന്നിട്ട് ഒരനുഗ്രഹം പ്രാപിക്കാൻ പറ്റിയല്ല. ചിന്താമണ്ഡലത്തിലെ പ്രശ്നങ്ങൾ തീരുകയല്ല. സ്വന്തം ആശ്രയം ദൈവാശ്രയം. ഒരു ഉദാഹരണത്തോടെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഒരിക്കൽ ഒരു പൗരോഹിത്യ മതത്തിൽപ്പെട്ട ഒരു കുടുംബം അവരൊരു പാസ്റ്ററെ വിളിച്ചു അവരുടെ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, രഹസ്യമായിട്ടാണ്. കാരണം അവരുടെ മതം പറഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ പാസ്റ്റർ വന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് അന്യഭാഷയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയപ്പം അദ്ദേഹം ദർശനത്തിൽ അയാളുടെ ചിന്താമണ്ഡലത്തിൽ 2 വള്ളം കണ്ടു. ചിന്താമണ്ഡലത്തിൽ 2 വള്ളം കണ്ടു കഴിഞ്ഞപ്പം അങ്ങേര് ഈ വീട്ടുകാരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്തു, 2 വള്ളം എന്ന് പറയുന്ന ഒരു ഡീസൻ്റ് ഇല്ല, അതുകൊണ്ട് 2 ബോട്ട് അങ്ങ് മേടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവർക്ക് ഈ ആലപ്പുഴ ഏരിയയിലാണ്, അവർക്ക് ഇവരുടെ ഒരു 5-10 കടമുറി ഇങ്ങനെ വാടകയ്ക്ക് കൊടുക്കുന്നതുകൊണ്ട് മാന്യമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നവരാണ്. അവരെന്നാ കാണിച്ചു, ഈ കടമുറികളിരിക്കുന്ന അതങ്ങോട്ട് വിറ്റിട്ട് ബാക്കി പൈസ ലോണോടിട്ട് 2 ബോട്ട് മേടിച്ചു. 2 ബോട്ട് മേടിച്ച് ഫിഷിങ്ങിന് അങ്ങോട്ട് കടലിലോട്ട് ഇറക്കി. ഇവർക്കറിയാൻ മേലാത്ത പണിയായതുകൊണ്ട് ഇത് ഒറ്റ വർഷം കൊണ്ട് ഇത് കരയ്ക്ക് കയറി, കടമായി ബാധ്യതയായി, ബോട്ടും പോയി. വീണ്ടും ഈ പറഞ്ഞ ആളിനെ തന്നെ വിളിച്ച് പ്രാർത്ഥിക്കും. ഇങ്ങനെ വീണ്ടും 2 വള്ളം തന്നെ കണ്ടു. വീണ്ടും 2 വള്ളം തന്നെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അയാൾ പറഞ്ഞു, വീണ്ടും 2 ബോട്ടാണ് മേടിക്കാൻ പറഞ്ഞു. ഇവർ പറഞ്ഞു, ഇനി വീണ്ടും ബോട്ടൊന്നും മേടിക്കാനുള്ള സാഹചര്യം ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വേറൊരു സാധാരണ വിശ്വാസിയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ 2 വള്ളമാകേണ്ടെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, അതിപ്പം വലിയധികം വ്യാഖ്യാനിക്കാനൊന്നുമില്ല, 2 വള്ളത്തെ കാല് വെച്ചുകൊണ്ട് കളിക്കരുതെന്നാണ് ദൈവം പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരവസ്ഥയിലേക്ക് നമ്മളുടെ വിശ്വാസ സമൂഹം വീണുപോയതിൻ്റെ കാരണം സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒത്തിരി കാരണങ്ങളാണ്. ഒന്ന്, ഏതെങ്കിലും നാട്ടിൽ ഒരു ഭാഷയും അർത്ഥമില്ലാത്തതല്ല എന്ന് ബൈബിള് പറയുന്നെങ്കിൽ ഏതെങ്കിലുമൊക്കെ നാട്ടിൽ അവിടുത്തെ ഏതെങ്കിലുമൊക്കെ പ്രാദേശിക ദൈവങ്ങളെയോ മാന്ത്രിക സംവിധാനങ്ങളോ ഒക്കെ ഉള്ളതെല്ലാം വെച്ച് ചാടിത്തുള്ളി അന്യഭാഷയാണെന്നൊക്കെ പറഞ്ഞ്
ഈ അടുത്ത കാലത്തൊക്കെ ഞാൻ പലതും കേട്ടപ്പോൾ അതിനകത്തൊക്കെ ഞാൻ ഓർത്തു, ഞാൻ പിന്നീട് അതിൻ്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് പലരുടേതും മനസ്സിലാക്കുമ്പോൾ അതൊക്കെ ഭീകരമായ കാര്യങ്ങൾ. അപ്പോൾ തർജിമയിൽ വന്ന അർത്ഥവ്യത്യാസം, അതിൻ്റെ കൂട്ടത്തിൽ ഈ ഇത് കൃത്യമായ പഠനമില്ലാത്തവരുടെ വ്യാഖ്യാനം, ഇതെല്ലാം കൂടെ ആയിക്കഴിയുമ്പം യാക്കോബ് പറയുകയാണ്, 1:7 പറയുകയാണ്, വല്ലതും ലഭിക്കും എന്ന് നിരൂപിക്കരുത് എന്ന് പറഞ്ഞാൽ, ഇപ്പം ചെന്ന് വല്ലതും തരണേ എന്നുള്ള അവസ്ഥയിലേക്ക് വിശ്വാസി മാറിയതിൻ്റെ കാരണം ഇതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആയതിനാൽ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, മക്കളായ അങ്ങയുടെ സന്തതികൾ, മക്കൾ, കർത്താവെ, അവർ മക്കളായതുകൊണ്ട് തന്നെ അവകാശമാണ്, വല്ലതുമല്ല. കർത്താവെ, വല്ലതും എന്ന ഭിക്ഷക്കാരൻ്റെ പ്രയോഗം പോലും വചനത്തിലേക്ക് കയറി വന്നെങ്കിൽ അതൊന്നും പ്രാപിക്കാൻ കർത്താവെ പ്രാപിക്കില്ലെന്ന് തന്നെ അങ്ങയുടെ വചനം പറയുന്നെങ്കിൽ, കർത്താവെ, അവകാശം തന്നെ പ്രാപിക്കുവാൻ മക്കളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് തക്കവണ്ണം അവരുടെ ഉള്ളത്തെ തുറന്നു കൊടുക്കണമേ. കർത്താവെ, അതിൻ്റെ മൂല കാരണം ഇരുമനസ്സാണ് എന്ന് മനസ്സിലാക്കി ഇരുമനസ്സിൽ നിന്ന് പിന്മാറി യഥാർത്ഥ ജീവിതത്തിലൂടെ പോകുവാൻ ദൈവം സഹായിക്കണമേ. തളർന്ന മനസ്സ് എന്ന ഡിപ്രഷൻ്റെ അവസ്ഥയും ഉന്മാദത്തിൻ്റെ അവസ്ഥയിലേക്ക് ഒന്നും പോകാതെ യഥാർത്ഥ അവസ്ഥയിലൂടെ യാത്ര ചെയ്യുവാൻ അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.